അങ്ങനെ കാരണഭൂതം പുറത്തിറങ്ങി. കാരണഭൂതം ഇന്ന് വെളുപ്പാങ്കാലത്തെ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടു, വിമാനത്തിലാണ്. കാരണം റോഡിൽ കൂടെ വരാൻ ചെറിയ റെയിൽവേ സ്റ്റേഷനിലല്ലേ വന്ന്? റെയിൽവേ ഫ്ലൈറ്റിലല്ലേ വന്നത്? ഫ്ലൈറ്റിലാണോ? ഫ്ലൈറ്റാണോ? അദ്ദേഹം എന്നാ ഫ്ലൈറ്റിലാവും. എനിക്ക് തോന്നുന്നു എയർപോർട്ടിലേക്കാണ് കയറി അതെ പോകുന്നത്. അതെ, കണ്ണൂർ എയർപോർട്ടിൽ വിമാനം ഉണ്ടല്ലോ. കാരണഭൂതം ഇന്നലെ മുതൽ ഒന്നും മിണ്ടുന്നില്ല, മനസ്സിലായില്ലേ? ജഗതി ഒരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ, കുട്ടി മിണ്ടുന്നില്ല, കുട്ടി മിണ്ടുന്നില്ല എന്ന് പറഞ്ഞാൽ കാരണഭൂതം മിണ്ടുന്നില്ല. കാരണഭൂതത്തിന് മിണ്ടാൻ പറ്റത്തില്ല, കാരണം ആദ്യത്തെ 7 റൗണ്ട് പുറകിൽ പോയി. അതാ BP അബ്ദുൾ റഷീദ് അയാൾ കൊടുത്ത പിന്നെ ബൈറ്റുകളിൽ പറയുന്ന കേട്ടോ, അയാൾക്ക് വേണ്ടി പ്രചരണത്തിന് ഒറ്റ നേതാവും ഒരാളെ കണ്ടേ പോയിട്ടുള്ളൂ, ആരും ചെന്നിട്ടില്ല. എൻ്റെ നേതാക്കൾ എനിക്ക് വന്നിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇയാളെ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നു. ആ ഭാവത്തിന് ഇവരെ എല്ലാരും വിചാരിച്ചു കാരണഭൂതം ഭയങ്കര ഗ്ലാമർ നിൽക്കുകയല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. ഈ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ആൾക്ക് അയാൾ പാർട്ടി ഗ്രാമങ്ങളിൽ കാരണഭൂതത്തിന് പിടിപാടുള്ളിടത്തോട്ട് പോകാൻ പോലും സാധിച്ചിട്ടില്ല. എന്നിട്ടും അയാൾക്ക് 18,000 വോട്ടിനാണ് കാരണഭൂതം ജയിക്കുന്നത്. 60,000 വോട്ടിനാണ്. അപ്പം ആ SIR വന്ന് കുറെ കള്ളവോട്ട് പോയി കിട്ടി. കള്ളവോട്ടും പോയി കിട്ടി. ഈ പാർട്ടി ഗ്രാമങ്ങളിലെ ഈ അന്തം കമ്മികൾക്ക് നേരവും വെളുത്തും. അവർ കാര്യം മനസ്സിലാക്കി അവസാനം. എന്തായാലും പിണറായി വിജയൻ ഇന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന വഴി മൈക്കും നീട്ടി CMA വല്ലതും പറയാനുണ്ടോ എന്ന് പറഞ്ഞ ആൾക്കാർ പുറകെ പോകുന്നുണ്ട്. പുള്ളി ഇതേ വരെ പ്രതികരിച്ചിട്ടില്ല, പ്രതികരിക്കാൻ പറ്റില്ല. ഫേസ്ബുക്കിൽ എഴുതിയിട്ടില്ലെന്ന് തോന്നുന്നല്ലേ? സാധാരണ എന്തെങ്കിലും വിഷയം വന്നാൽ അപ്പൊ ഫേസ്ബുക്കിൽ എഴുതുന്ന ആളാണ് പിണറായി വിജയൻ. പിണറായി വിജയനല്ലേ എഴുതുന്നത്, അദ്ദേഹത്തിന്റെ കാര്യം. അതാ. എന്തായാലും പ്രതിപക്ഷ നേതാവാകാൻ പിണറായി വിജയൻ ഇല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ ആകുമോ നമ്മൾ ചർച്ച വെച്ചിരുന്നു. അല്ല, പിണറായി ആകില്ലെന്നാണ് നമ്മൾ ചർച്ച വെച്ചത്. അപ്പോൾ അതിനടിയിൽ വന്ന് ഒരുപാട് പേര് നമ്മളെ തെറി വിളിക്കുന്നുണ്ട്. എന്തുവാ, നമ്മുടെ തന്തയ്ക്ക് വിളിക്കുന്നുണ്ട്, നമ്മൾ അന്നേരം പറഞ്ഞു ഇയാൾ പ്രതിപക്ഷ നേതാവ് ആകത്തില്ല, കാരണം ഇയാൾ മുഖ്യമന്ത്രി ആകത്തില്ല, ഇയാൾ പ്രതിപക്ഷ നേതാവ് ആകത്തില്ല, ദയനീയ തോൽവിയാണെങ്കിൽ അയാൾ വീടിന് വെളിയിൽ ഇറങ്ങത്തില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇന്നലെ പുറത്തിറങ്ങിയതേ. ഇനി 50 കാറും 4 ആംബുലൻസും പിന്നെ യന്ത്രത്തോക്ക് പിടിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒക്കെ ഇല്ലാതെ എങ്ങനെ അയാൾക്ക് ഇറങ്ങാൻ സാധിക്കും? ചെടിച്ചട്ടി എടുത്തോണ്ടുള്ള അംഗരക്ഷകർ, വടി കൊണ്ടുള്ള ഗൺമാൻ, അതാണ്. അത് മാത്രമല്ല, ഇയാളുടെ അംഗരക്ഷകർ രക്ഷാപ്രവർത്തനം നടത്തിയതിന്റെ ഫലമായിട്ട് തല തല്ലിപ്പൊളിച്ച ആ യുവ കോൺഗ്രസ്സുകാരൻ തോമസ് ആയിരിക്കും ഇയാൾക്ക് നേരെ പിന്നെ ഭരണപക്ഷ ബെഞ്ചിൽ ഇരുന്ന് നോക്കുമ്പോ പിണറായി വിജയൻ അവിടെ മുഖം കുമ്പിട്ടിരിക്കുന്നത് കാണാം. പണ്ട് രമയെ കാണുമ്പോൾ മുഖം തിരിക്കുമായിരുന്ന പോലെ. എന്തായാലും ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന പിണറായി യുഗത്തിനും ഒപ്പം CPM-ന്റെ ഒരു വലിയ വീഴ്ചയ്ക്കും ഈ തെരഞ്ഞെടുപ്പ് കാരണമായി. പിണറായിസം അവസാനിക്കുന്നു. കേരളത്തിൽ കമ്മ്യൂണിസത്തിലേക്ക് വലിയ വിഭാഗീയത കടന്നു വരാൻ പോകും. മാത്രമല്ല പാർട്ടി ഇനി വിരൽ ചൂണ്ടും. കാരണം ഇനി ആരും പേടിക്കണ്ടല്ലോ, കാരണം ഇത്രേ ഉള്ളൂ എന്നുള്ള എല്ലാവരും. ഇപ്പൊ ചൂണ്ടാൻ തുടങ്ങിയല്ലോ. ഇനിയിപ്പോ ഇത് മൊത്തം പോയ സ്ഥിതിക്ക് ഇനി ഇയാള് മസ്ലിം ഭരിപ്പിച്ച് കൂനിക്കൂടി നിന്നിട്ട് ഒരു കാര്യമില്ല. കാരണം വിമർശനങ്ങൾ തുടങ്ങി ഒരു സൈഡിൽ നിന്ന് അന്തം കമ്മികൾ, സൈബർ കമ്മികൾ എല്ലാം ഇവർക്കാർക്കും താങ്ങാൻ കഴിയുന്നില്ല. പക്ഷെ ഇവരൊക്കെ ഏത് മൂഢ സ്വർഗത്തിലാണ് ജീവിച്ചതെന്നാണ്. അതാണ് കാര്യം. ഇവർ ജീവിച്ചത് യാഥാർത്ഥ്യ ലോകത്തിലല്ല, ഹലൂസിനേഷനായിട്ട് ഇവർ ഏതോ ലോകത്ത്. അവർ ഇന്നലെ രാവിലെ 10 മണി വരെയും പിണറായി വിജയൻ 90 സീറ്റ് നേടി അധികാരത്തിൽ തുടരുമെന്ന് വിശ്വസിക്കുകയായിരുന്നു ഇവരൊക്കെ. അത് ഒരുപക്ഷെ അവർ പുറമേ അങ്ങനെ നടിച്ചതാവാം, അല്ലേ? ആകാം പുറമേ നടിച്ചതാവാം, ഉള്ളിൽ അത് അങ്ങനെ ആയിക്കൂടാ. പരാജയത്തിന് തൊട്ട് മുമ്പ് വരെയും ആത്മവിശ്വാസം നല്ലതാണെന്ന് സിനിമയിൽ പറയും. പക്ഷെ ഇവരൊക്കെ എങ്ങനെയോ ധരിച്ചു വശായി ഞങ്ങൾ തന്നെ ഭരണത്തിൽ അധികാരം. അത് എന്ന് വെച്ചാൽ ഈ 10 വർഷം ഇങ്ങനെ സൂഹിക്കുക എന്നൊക്കെ പറയുമ്പോഴേ സൂഹിച്ച് ഇവരിങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ ആ നോർമൽ നമ്മുടെ മെന്റൽ ട്രെയിനിലായിരിക്കില്ല അവർ ജീവിക്കുന്നത്. ഇവരെ എഴുതി വെളുപ്പിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് PR വർക്കിന്. ഇവർക്ക് വേണ്ടി സൈബർ ഇടങ്ങളിൽ പോസ്റ്റ് ഇടുന്നവർക്ക് പ്രത്യേക ശമ്പളം ഉണ്ടായിരുന്നു. അത് ലക്ഷങ്ങളായിരുന്നു ശമ്പളം. അവർ നല്ല മനോഹരമായി വടിവത്ത ഭാഷയിൽ ആടിനെ പട്ടിയാക്കി പ്രചാരണം നടത്തി. അങ്ങനെ പ്രചാരണം നടത്തിക്കൊണ്ടിരുന്ന കുറേ പേർ ഇന്നലെ മുതൽ ഈ സൈബർ സ്പേസിൽ നിന്ന് അപ്രത്യക്ഷരാണ്. അതവർക്ക് ഇവിടെ നിന്ന് ഇഷ്ടംപോലെ കാശുണ്ടാക്കിക്കൊണ്ട് ഇനി അവർക്ക് ജീവിക്കാം, വേറെ എന്തെങ്കിലും പ്രസ്ഥാനമൊക്കെ നടത്തി ജീവിക്കാം. സാക്ഷാൽ പിണറായി വിജയൻ പോലും അപ്രത്യക്ഷനാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? പ്രതിപക്ഷ നേതാവായുള്ള അവസ്ഥ എന്തായിരിക്കും? ഇയാൾ അനങ്ങാൻ സമ്മതിക്കുക? എത്ര MLA-മാരായിരുന്നു? 60 61 എത്രയായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്? അത്ര MLA-മാരും 26 MLA-മാരിലേക്ക് ചുരുങ്ങി. മാത്രമല്ല മിടുമിടുക്കന്മാരെ ഒരു വലിയ സംഘം ചെറുപ്പക്കാരിത്തവണ VT ബൽറാമിനെ പോലെ ഉള്ള ആളവിടെ സന്ദീപ് വാര്യർ, VT ബൽറാം, ഈ പറഞ്ഞ തോമസ്, രമ്യ ഹരിദാസ്, വിഷ്ണുനാഥ്, ലിജു,
അങ്ങനെ ഒരു പറ്റം അബിൻ വർക്കി, അപ്പോൾ പിന്നെ അതുപോലെ പഴകുളം മധുവിനെ പോലെയുള്ള മുതിർന്ന പ്രവർത്തകർ, പിന്നെ മാത്യു കുഴൽനാടനെയൊക്കെ നിങ്ങൾ പരിഹസിച്ച് അയാളെയൊക്കെ നിങ്ങൾ കള്ളനാക്കി അയാളെയൊക്കെ നിങ്ങൾ വേട്ടയാടിയതിന് ഒരു കയ്യും കണക്കുമില്ല. ഏതായാലും ഇനി നിയമസഭയിൽ കയറി ഈ പൊളിക്കാനും പറ്റില്ല. ആ പടം 35 പേരല്ലോ, അപ്പുറത്ത് 100-100ലധികം ആളിരിക്കും, 102 പേരിരിക്കുന്നു. മാത്രമല്ല BJPയുടെ 3 പേരുണ്ട്. അതിൽ വി മുരളീധരൻ എന്ന് പറയുന്ന അദ്ദേഹമായിരിക്കും അവരുടെ പാർലമെന്ററി പാർട്ടി ലീഡർ ആകാൻ പോകുന്നത്. അപ്പോൾ വി മുരളീധരൻ അടക്കം 3 പേര് അവിടെയുണ്ട്. അതിനകത്ത് വി മുരളീധരൻ മാത്രം മതി ഈ നിയമസഭയിൽ വിഷയങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി. പക്ഷെ അവർക്ക് 2 പേരെ ഒരേ സമയം ഡീൽ ചെയ്യേണ്ടി വരും. പിന്നെ ഇവർ പ്രതിപക്ഷ ബെഞ്ചിലായതുകൊണ്ട് അവർ പ്രതിപക്ഷത്തിന്റെ കടമ ചെയ്യേണ്ടിയും വരും. അതായത് CPM-നൊപ്പം നിൽക്കേണ്ടി വരും. അത് കാരണഭൂതൻ ഇനി എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കണ്ണൂരിൽ പോയി വീട്ടിൽ പോയി സ്വന്തമായിട്ട് ഇരിക്കുമോ, അതോ തിരുവനന്തപുരത്ത് ഏതെങ്കിലും നമുക്ക് അറിഞ്ഞോ, തിരുവനന്തപുരത്ത് വേറെ വീടൊക്കെ ഉണ്ടാവും, നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അല്ല, ഈ നമ്മളന്ന് ചെയ്ത ചർച്ചയിൽ അദ്ദേഹം ക്യാൻസർ അതിജീവിതനാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നിങ്ങൾക്കൊക്കെ ക്യാൻസർ വരത്തില്ലേ എന്നൊക്കെ. നമ്മളതിന് ക്യാൻസർ രോഗം വന്ന് അദ്ദേഹത്തെ കളിയാക്കിയൊന്നുമില്ല. അദ്ദേഹം ക്യാൻസർ അതിജീവിതനാണെന്നുള്ള വിവരം പുറത്തു കൊണ്ടുവന്നു. അവരുടെ തന്നെ പഴയ വലിയ നേതാവിൻ്റെ മകൻ പ്രവർത്തകനാണ്. അതുമാത്രമാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ പേരിൽ നമ്മളുടെ മേളിൽ മെക്കിട്ട് കയറാനായിരുന്നു വളരെ ശ്രമം. പക്ഷെ നമ്മൾ അന്ന് തുടങ്ങിയ ആ ചർച്ച ഇതാ ഇപ്പോൾ ലൈവായി. മാത്രമല്ല കാരണഭൂതൻ ഒരു വശത്ത്, ഈ പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഗോവിന്ദ മാഷ ഭാര്യ മന്ത്രിയാക്കാൻ വേണ്ടി അവളെ റെഡിയാക്കി വെച്ചിരുന്നില്ല. എല്ലാം ഇപ്പൊ ഇവര് പറയുന്നത് തെറ്റ് പറ്റിയെന്ന്. ഈ തെറ്റ് ചൂണ്ടിക്കാണിച്ച 3 പേരുണ്ട് പ്രധാനമായും. മാത്രമല്ല ഇവരാരും എന്നെ മത്സരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല, മറ്റാരെങ്കിലും മത്സരിപ്പിക്കാനാണ് അവർ പറഞ്ഞത്. ഈ യോഗ്യതയില്ലാത്തവരെ മാറ്റിയിട്ട് യോഗ്യതയുള്ളവരെ നിർത്താനാണ് പറഞ്ഞത്. അല്ല, അതിനകത്ത് സുധാകരൻ മാത്രമാണ് ചോദിച്ചത് 75 വയസ്സ് കഴിഞ്ഞവർക്ക് മത്സരിക്കാൻ പാടില്ലെങ്കിൽ പിണറായി വിജയൻ എന്തിനാ മത്സരിക്കുന്നത്, പിണറായി വിജയൻ എന്തിനാ മത്സരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരാകും എന്നുള്ള ഒരു ചർച്ചയാണ്. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് മിക്കവാറും ബാലഗോപാലനായിരിക്കും സാധ്യത. അദ്ദേഹം ഇതായതുകൊണ്ട് അദ്ദേഹം തന്നെ വരാനാണ് സാധ്യത. പിന്നെ അല്ലെങ്കിൽ സജി ചെറിയാനുണ്ട്, പിന്നെ വേറെ ആരുമില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പിന്നെ ബാലഗോപാൽ പ്രതിപക്ഷ നേതാവായിരിക്കും, വെറും MLA ആയിട്ട് ഈ കാരണഭൂതം അവിടെ ഇരിക്കുമോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം സഭയിൽ വരില്ല. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും കാരണഭൂതത്തിൻ്റെ ഒരു യുഗം അവസാനിച്ചു. അതെ, പിണറായിസം എന്ന കേരളത്തെ വളരെ മാരകമായി പിടിച്ചു കുലുക്കിയിരുന്ന ഒരു വലിയ ഒരു പ്രതിസന്ധി ഇതോടുകൂടി ഒഴിവായി കിട്ടി. അതായത് ഇനി കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം അപ്രസക്തനാണ്. 82 എങ്കിൽ പോലും ഒരു കാലത്ത് പിണറായി വിജയൻ വലിയ ആളെന്നാണ് എല്ലാവരും കരുതിയിരുന്നതെങ്കിലും ഈ മുഖ്യമന്ത്രി ആയപ്പോഴാണ് മനസ്സിലായത് ഇദ്ദേഹം ഇത്രയേ ഉള്ളൂ എന്നുള്ള കാര്യം നാട്ടുകാരും സ്വന്തം പാർട്ടിക്കാരും മനസ്സിലാക്കി എന്നുള്ളതാണ് മറ്റൊരു. ഇനിയും ഇത്രയും പരിവാരങ്ങളും സുഖ സൗകര്യങ്ങളും ഒന്നും ഇല്ലാതെ പിണറായി വിജയൻ ജീവിക്കാൻ കഴിയില്ല. അദ്ദേഹം പതുക്കെ തൻ്റെ ഒളിയിടങ്ങളിലേക്ക് അല്ലെ തന്നിലേക്ക് ചുരുങ്ങും. അല്ല, സാമ്പത്തിക സ്ഥിതി ഉള്ളതുകൊണ്ട് ഇത്രയും ആഡംബരങ്ങൾ അദ്ദേഹം സ്വന്തമായിട്ട് ജീവിക്കാം. പക്ഷേ സർക്കാർ ചെലവിൽ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ്.